മുതലാളിയോ? അനക്കെത്ര വാപ്പേണ്ടാ? കഴിഞ്ഞ 1-ാം തീയതി എന്റെ കുടിയിൽ ഉറുപ്പയും കൊണ്ട് വരാന്ന് പറഞ്ഞോനായി. എന്നിട്ട് വന്നോ? വണ്ടിക്ക് പണി ഒഴിഞ്ഞ നേരല്ല, ആഴ്ചയിൽ 2-3 ദിവസം വർക്ക്ഷോപ്പ്. അതല്ല ചോദിച്ചത്, ഉറുപ്പയും കൊണ്ട് ഈ വന്നോന്ന്. ഇല്ല, എന്റെ ഉണ്ടായില്ല. ആഹാ, എന്നാ വണ്ടി കൊണ്ട് നമ്മള് പോവാണ്. കൊണ്ടുപോയിക്കോ. അല്ല, അപ്പൊ നീ എങ്ങനെയാടാ കയ്യ? അത് മുതലാളി അറിയണ്ട. വണ്ടിപ്പണി മാത്രമേ എടുക്കുന്നില്ല, കൈത്തണ്ടയ്ക്ക് ബലമുള്ളിടത്തോളം കാലം ചന്ദ്രു ജീവിക്കും. നീ ചൂടാവാതടോ. പിന്നെ മുതലാളി ചൂടാവുന്നതോ? ഞാൻ നാട് വിട്ടു പോകുന്നില്ല. പോയാൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ നിങ്ങളെ ഇല്ലേ? പിന്നെന്താ, കാശുണ്ടാവുമ്പോൾ അങ്ങ് തരും. അതല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. എനിക്കറിയാം, കുറെ നാളായല്ലോ കേട്ടു തുടങ്ങിട്ട്. ആ 3 സെന്റ് സ്ഥലം കൂടെ തരാനല്ലേ? അല്ല, ഈ ഒന്ന് ആലോചിച്ച് നോക്ക്. 32 സെന്റ് സ്ഥലം ഈ നമ്മക്കാണ്. ബാക്കി ആ 3 സെന്റ് സ്ഥലം കൊണ്ട് അനക്കൊരു കാര്യമില്ല. അതും കൂടി ഞമ്മക്ക് എഴുതി തന്നാല് ഞമ്മളെ കടം പീടിയില്ലേ? ഒന്നും വില കൂട്ടിക്കോ. പിന്നെ മാസാമാസം കായം ചോദിച്ച് നമ്മൾ ഇങ്ങോട്ട് വരില്ല. ബുക്കും പേപ്പർ എനിക്ക് തിരിച്ചു തരാം. എന്റെ കയ്യിലിരുന്നാല് എന്നെങ്കിലും ഇത്തിരി കായിന് ആവശ്യം വന്നാല് കൊണ്ടേ പണയം വെക്കാലോ. ഇല്ല മുതലാളി, അത് ഞാൻ തരില്ല. നാളെ ഞാൻ എവിടെയെങ്കിലും വീണ് ചത്ത പെരുവഴി കിടന്ന് നാറരുത്. എന്റെ അച്ഛനെ അടക്കിയത് ആ മണ്ണില്ല, അവിടെ തന്നെ വേണം എന്നെ. എന്നാലേ ഞമ്മൾ പറഞ്ഞു അങ്ങ് മറന്നാളാ. തിരുമ്മയാ ഇരട്ടിക്കൊന്നുമില്ല, ഇത് കുറെ ഉണ്ടല്ലോടാ. കഴിവറട മോൻ ചാവാൻ പോണെന്ന് പറഞ്ഞാൽ 10 പൈസ കൊടുക്കല. വിശന്ന് പൊരിഞ്ഞാൽ ഒരു ചായ കുടിക്കല. കൂട്ടി വെച്ചോ, ചാവുമ്പോ കൊണ്ടുപോവാ. ഞാൻ പറഞ്ഞില്ലേ ചന്ദ്രേട്ടനോട്, ഒരു വീട് വെക്കണം, അടച്ചുറപ്പുള്ള ഒരു മുറി, ഒരു അടുക്കള, അത്രയും മതി. വീടൊക്കെ നമുക്ക് പണിയാടാ, സമയാവട്ടെ. സമയം എന്ന് പറഞ്ഞാ രമണിക്ക് 5-ാം മാസമാ. അവൾ ആരാ മോളെന്നറിയോ ചന്ദ്രേട്ടന്? തറ കെട്ടിയ പിന്നെ അവള് ഇനിയിപ്പോ പെരപണില്ലെങ്കിൽ അവള് പണി മുടക്കി കളയോ? വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി 10 രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും. ചന്ദ്രേട്ടന്റെ വണ്ടിക്ക് കേടില്ലാത്ത ദിവസമില്ല. വിറ്റ് കളഞ്ഞൂടെയാ മുതല്? വിറ്റിട്ട് എന്ത് ചെയ്യാനാ? അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ? ചന്ദ്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ മോശം? ചന്ദ്രേട്ട ഒറ്റത്തടിയാന്നൊന്നും ആരും കരുതണ്ട. ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ടേ. ഓ, പെണ്ണിന്റെ ഒരു നാണം കണ്ടില്ലേ? കേക്കരവിക്ക് കത്തുണ്ടോ? ഉണ്ട്. ആരുടെയാടാ? നിന്റെ കെട്ടിയാളുടെ? ഈ രവിയുടെ പെണ്ണിന് വേറെ പണിയൊന്നും ഇല്ലേ? ആഴ്ചയില് 2 കത്താ. ചെക്കന്റെ മോന്ത കണ്ടില്ലേ? വെളുത്തമാ പോലെയാ. അവക്ക് എത്ര മാസമായി? 5. കല്യാണം കഴിഞ്ഞ് കൊല്ലമൊന്നായില്ല, അതിനുമ്പ് കൊച്ചായി. അങ്ങനെ ആമ്പിള്ളാര് ചെലവേണോട്ടോ. പിന്നെന്താ, സരള ചേച്ചിക്കും കാത്തൂനും മറിയാമ്മ ചേട്ടത്തിക്കും എല്ലാവർക്കും വയറ് നിറച്ച് പായസം. എന്റെ മോളുടെ 28-ന് സദ്യയും. മോളോ? അപ്പൊ പിറണേന് മുമ്പ് നീ അങ്ങ് തീരുമാനിച്ചോ മോളാണെന്ന്? ആദ്യത്തെ മോളാ, എനിക്ക് ഉറപ്പാ. ഞാൻ തുളസിയിലിട്ട് നോക്കി, 3 പ്രാവശ്യം മലർന്നു തന്നെയാ വീണത്. തുളസിയിലെ നുണ പറയില്ല. എന്റെ എത്രയും പ്രിയപ്പെട്ട പൊന്ന് രവിയേട്ടന് സ്വന്തം ഭാര്യ രമണി എഴുതുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച അയച്ച കത്ത് കിട്ടി കാണുമല്ലോ? കിട്ടി പൊന്നെ, കിട്ടി. അന്ന് തന്നെ മറുപടി എഴുതിയിട്ടുണ്ടല്ലോ. അടുത്ത വെള്ളിയാഴ്ച കാവിൽ ഉത്സവമാണ്. സാംബശിവന്റെ കഥാപ്രസംഗവും 3 ആനപ്പുറത്ത് എഴുന്നള്ളിപ്പും ഉണ്ട്. രവിയേട്ടൻ വരണം. കുഞ്ഞൂട്ടൻ കണിയന്റെ പറമ്പിൽ ഒരു പ്ലാവ് കൊടുക്കാനുണ്ടെന്ന് അമ്മ പറഞ്ഞു. നമ്മുടെ പെരയ്ക്കുള്ള തടി മുഴുവനും അതിൽ നിന്ന് കിട്ടുമെന്ന് അമ്മ പറഞ്ഞ്. രവിയേട്ടന്റെ മോള് കുറുമ്പ് കാട്ടി തുടങ്ങിയിട്ടുണ്ട്.
അവൾ എൻ്റെ വയറ്റിനുള്ളിൽ കിടന്ന് ചന്ദ്രേട്ടൻ ഒന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ? പോയിട്ട് ഉടനെ വരില്ലേ? 2 ആഴ്ച കഴിഞ്ഞേ വരൂ. അപ്പൊ വണ്ടിയിലാരാ? അത് 2 ആഴ്ചത്തേക്ക് ചന്ദ്രേട്ടൻ ആരെങ്കിലും വിളിച്ചു നിർത്തണം. പോയാ വീട് പണി കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. ഇനി അതിനുവേണ്ടി ഒരു പോക്ക് വേണ്ടല്ലോ. എനിക്ക് വേണ്ടി ആരും ത്യാഗമൊന്നും ചെയ്യണ്ട. എവിടെ വേണേലും പൊയ്ക്കോ. ചെണ്ടപ്പുറത്ത് കോല് വീഴുന്നിടത്തോ, ബംഗ്ലാവ് പണിയാനോ, പേറിനോ. എന്താ ഇത്? തമിഴന്മാരെ മടയെ കൊണ്ടുവന്നതാ. ഇതോടെ വെച്ചോ. ഇത് ശമ്പളം മുഴുവൻ ഞാൻ പറ്റിയതല്ലേ? നമ്മൾ തമ്മിലുണ്ട് കണക്ക് അല്ലടാ. ചന്ദ്രേട്ടാ, ബംഗ്ലാവ് പണിയാൻ പോവില്ലേ? ഇരിക്കട്ടെ. തികയാതെ വന്ന ആരെങ്കിലും പറഞ്ഞു വിട്ടാ മതി. ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടന് ബുദ്ധിമുട്ടുള്ള സമയല്ലേ? അത്യാവശ്യം കാശൊക്കെ കയ്യിലുണ്ട്. അപ്പൊ ഇത് വെറുതെ എന്തിനാ ചന്ദ്രേട്ടൻ ഇനിയും കടം മേടിച്ച് കൂട്ടണേ? വേണ്ടാത്ത വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, തൊള്ള നിറച്ച് ഞാൻ പറഞ്ഞുതരും. കണ്ടടുത്ത് വായി നോക്കി നിൽക്കാണ്ട് പാതിരാക്കി മുമ്പ് വീടെത്താൻ നോക്ക്. ബസ് നോക്കി ഇന്ന് അന്ന് എന്റെ പോക്ക് നടക്കൂല. അതിന് തോന്നുന്ന കണക്കാ എന്റെ വരവും പോക്കും. വരുന്ന പോലെ ലോറിയിലും കയറി പോകാൻ നോക്ക്. ടൗണിൽ ചെന്നാൽ ഇഷ്ടം പോലെ ബസ് കിട്ടുമല്ലോ. ആ ചാക്കോച്ചന്റെ ലോറി വരുന്നുണ്ട്. ഞാൻ അതിൽ കയറി പൊയ്ക്കോളാം. പോട്ടെ നേരട്ടാ. പെരമണി കഴിഞ്ഞാൽ വേഗം പോന്നോട്ടാ. ചന്ദ്രു വലിയ വിഷമത്തിലാ. ചാക്കോച്ചേട്ടാ, ടൗൺ വരെ ഞാനും ഉണ്ട്. ആ വെട്ടിയൊന്ന് വിളിച്ചേ. അവൻ ഇങ്ങോട്ടല്ലടി പറഞ്ഞത്. നീ കിഴക്കോട്ട് നോക്കി നിന്ന് അവൻ വേഗം വരുമോ? ഇന്നലെ വരുമെന്ന് കരുതി, കണ്ടില്ല. ഇനിയിപ്പോ പാതിരാത്രിക്കാരെയും കയറി വരിക. ഇങ്ങോട്ട് വരട്ടെ. എല്ലാ കൊല്ലം വാരനാട്ട് കൊച്ചു ഗോപാലിന് ഒരു ഓല പതിവാ. അത് കിട്ടാണ്ട് ഒരടി അവൻ മുന്നോട്ട് നീങ്ങില്ല. മോളെ, ദേ എഴുന്നള്ളത്ത് വരുന്നുണ്ട്. ആ വിളക്കൊന്ന് കത്തിച്ചേ.
മോളെ ഇതാ രവി വരുന്നുണ്ട്. അമ്മേ, ഇത്തവണ ചന്ദ്രേട്ടനും ഉണ്ട്. രവി വന്നില്ലേ? ഒന്നീ വന്നേ, മോളിങ് വന്നേ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ചോദ്യോത്തരം കൊണ്ട് എന്താ ഒരു ഫലം? ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. വരാനുള്ളവരൊക്കെ വന്നോടാ. ഓ, വേറെ ആരും ഇല്ലല്ലോ, പിന്നെന്തിനാ വെച്ചോണ്ടിരിക്കുന്നേ? ഇനി ഇത് നാളത്തേക്ക് നീട്ടണോ? വേണ്ട, നേരത്തോട് നേരം കഴിഞ്ഞില്ലേ, ഇനി വെച്ചോണ്ടിരുന്ന ബുദ്ധിമുട്ടാ. കുഴി വെട്ടി കഴിയാറായി. അവിടുന്ന് ആരും വന്നില്ലേ? ഓ, 5-8 ആളുണ്ട്. കൊന്നതാണോ ചത്തതാണോ എന്ന് ആർക്കറിയാം? ചന്ദ്രു, വേണ്ട. ഏതായാലും ഇനി വെച്ചോണ്ടിരിക്കണ്ട. എന്താണെന്ന് വെച്ചാ വേഗം ആട്ടെ. ചന്ദ്രു, ചടങ്ങുകളെല്ലാം കഴിഞ്ഞല്ലോ. 7:15 വണ്ടിയുണ്ട്. ഞങ്ങളങ്ങ് പോയാലോ എന്ന് ആലോചിക്കുക. നമുക്ക് ഒരുമിച്ച് പോയാൽ പോരെ? നീ 2-3 ദിവസം ഇവിടെ നിൽക്കേ. ആ തള്ളയോട് മാത്രമല്ലേ ഉള്ളൂ. നാട്ടുകാരുടെ കടമ തീർത്ത് അവർ പോയി. നമുക്കങ്ങനെ പോകാൻ പറ്റും? കാശ് വല്ലതും? വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. എന്നാ പിന്നെ വൈകിടില്ല, ഞങ്ങൾ ഇറങ്ങും. വരട്ടെ.
40-ാമത്തെ വയസ്സിൽ വീട് വെക്കുമെന്നാ ഇന്നാളൊരാൾ കൈനോക്കി പറഞ്ഞ. പിന്നെ 40 വയസ്സ് വരെ ശുക്രദശ. അപ്പൊ ലോട്ടറി അടിക്കുമല്ലോടാ. അത്ര വലിയ അതിമോഹമൊന്നും എനിക്കില്ല. ജീവിച്ചു പോണം. എന്റെ രമണിക്ക് ഒരു വിഷമവും ഉണ്ടാവരുത്. പിന്നെ ഞങ്ങളുടെ മോള്, അവള് ജനിക്കുന്ന ഒരു ചെറ്റപ്പുരയിലാവരുത്. ദൈവം സഹായിച്ച് ഇതെല്ലാം നടക്കും ചന്ദ്രേട്ടാ. ജീവൻ പോയാൽ ഇത് ഞാൻ നടത്തും. കൂടെ വന്നവരൊക്കെ പോയോ? ഉം. ഇത്തിരി കഞ്ഞി കുടിക്ക്. വേണ്ട. നിങ്ങൾ രമണിയൊക്കെ കഷ്ടമാണല്ലോ. വെറുതെ വയറ് വാട്ടണ്ട. ഇത് കുടിക്ക്. എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. ഇത് പിടിക്ക്. നിങ്ങളിവിടെ ഒറ്റയ്ക്ക് കിടന്നോളൂ. പേടിയാണെങ്കി പറ, ആരെങ്കിലും കൂട്ടുവിടാം. വേണ്ട. ഞാൻ പോണു. ഒറ്റയ്ക്കോ? പിന്നല്ലാതെ. മേപ്പുള്ളിക്കാരുടെ പറമ്പ് നിറച്ചും പാമ്പാ.